യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 15 ഖനി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. കിഴക്കൻ യുക്രൈനിലാണ് ആക്രമണം നടന്നത്. 7 പേർക്ക് പരിക്കേറ്റു. സപ്പോറിഷ്യ മേഖലയിലെ ആശുപത്രിയിൽ നടന്ന ആക്രമണത്തിൽ 2 പേർ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഐസൻ, കഴിഞ്ഞ ദിവസം ഭീകരരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം റഷ്യ കടുപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? യുക്രൈനിൽ റഷ്യ നടത്തിയ ഒരു ആക്രമണം, അതായത് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഴക്കൻ യുക്രൈനിലെ ഡിനിപ്രോ പെട്രോവിസ്ക് എന്ന പ്രദേശത്താണ് ഇപ്പോൾ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 15 പേർ മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചില ഇടങ്ങളിലെല്ലാം തന്നെ 17 പേർ എന്ന സൂചനകളെല്ലാം തന്നെ വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ 15 പേർ കൊല്ലപ്പെട്ടു, 15 പേരും ഖനിത്തൊഴിലാളികളാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഡിനിപ്രോ പെട്രോവിസ്കിലാണ് ഈ ആക്രമണം നടന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രദേശത്തും ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ്, അതായത് സപ്പറേഷ്യ മേഖലയിലെ ഒരു മെറ്റേണിറ്റി ഹോസ്പിറ്റൽ, അതായത് പ്രസവാശുപത്രിയിലാണ് ആക്രമണം നടന്നത്. ആ ആക്രമണത്തിൽ 2 പേർ പരിക്കുകയും ചെയ്തിരുന്നു. അതിൽ മരിച്ച 2 സ്ത്രീകളും പ്രസവ ആവശ്യത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവരായിരുന്നു എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അവിടെയും മരണത്തിന് പുറമെ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2-3 മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന 2 ആക്രമണങ്ങളിൽ സപ്പോറിഷ്യയും ഡിനിപ്രോ പെട്രോവിസ്കിലും ആയി ഇപ്പോൾ ഏതാണ്ട് 17 പേർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിക്കപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ 2 ഇടങ്ങളിലുമായി ഏതാണ്ട് 13ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കൃത്യമായ ഒരു നീക്കം റഷ്യയുടെ ഭാഗത്ത് നിന്ന് യുക്രൈനെതിരെ വീണ്ടും ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പല പശ്ചാത്തലങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ ഇടപെടലുകളും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളുമെല്ലാം തന്നെ ഇക്കാര്യത്തിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന നിലപാട് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ അറിയിച്ചിരുന്നു. ഈ മാർക്ക് റുട്ടെ ഈ നിലപാട് അറിയിച്ചതിന്റെ പിന്നാലെയാണ്, അതിലാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഗ്രീൻലൻഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് അമേരിക്ക പോലും പിന്മാറുന്ന, അല്ലെങ്കിൽ താൽക്കാലികമായി പിന്മാറുന്ന ഒരു നീക്കം അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന്, ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമ്പോൾ നേരിട്ട് റഷ്യയെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടി റഷ്യക്കെതിരായ നീക്കങ്ങൾ നാറ്റോ രാജ്യങ്ങളുടെയും സഖ്യരാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടായേക്കും എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന ആക്രമണങ്ങൾ, റഷ്യ യുക്രൈനിൽ നടത്തുന്ന ആക്രമണങ്ങളെ പരിശോധിക്കേണ്ടത്. തീർച്ചയായും പലയിടങ്ങളിലും ഈ ഡിനിപ്രോ പെട്രോവിസ്ക് എന്ന് പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ കൃത്യമായും റഷ്യയുടെ അധീനതയിൽ കൊണ്ടുവരാനുള്ള സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ തന്നെ കടുത്ത നടപടിക്ക് റഷ്യ നീങ്ങുന്നത് അത്തരം ചില താല്പര്യങ്ങളോട് കൂടിയാണ് എന്ന നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച വിശദമായ പഠനങ്ങളും അല്ലെങ്കിൽ വിശദമായ നിരീക്ഷണങ്ങളും ചർച്ചകളും നടക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 15 ഖനി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. കിഴക്കൻ യുക്രൈനിലാണ് ആക്രമണം നടന്നത്.